ഒട്ടേറെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വിളനിലമേറിയ തിരുമല എന്ന പ്രദേശം. തിരുമല എന്ന പ്രദേശത്ത് പഴമയുടെയും പുതുമയുടെയും പൈതൃകങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക, വിജ്ഞാനപ്രദമായും വിനോദപ്രദമായും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ചാനൽ ദൃശ്യം ചാനലിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 3 പ്രതിഭകളാണ്. അവർ തിരുമല നിവാസികളുമാണ്. തിരുമലയിലുള്ള അറിയപ്പെടാതെ പോയ 3 വ്യക്തിത്വങ്ങൾ. കമ്പം എന്ന മലയാള സിനിമയിലെ പാട്ടിലെ വരികൾ ചിട്ടപ്പെടുത്തിയ ശ്രീ ബെൻ തിരുമല, സ്വതന്ത്ര സംഗീത സംവിധായകരായി പ്രവർത്തിച്ച ശ്രീ ഷാജി റോക്ക്വെൽ, സുനിൽ എന്നിവരെ ദൃശ്യം ചാനൽ പ്രേക്ഷകരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. ഗാനരചയിതാവ് ബെൻ തിരുമല എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ പ്രവീൺ ബെൻ ജോർജ്, സ്വാഗതം ദൃശ്യം ചാനലിലേക്ക്. സുനിൽ പ്രഭാകർ, സംഗീത സംവിധായകൻ, സിനിമാ സംവിധായകൻ എന്ന മേഖലയിൽ വിവിധ കയ്യൊപ്പുകൾ പതിപ്പിച്ച സംഗീതം ജീവശ്വാസവായുവായി കൊണ്ടു നടക്കുന്ന ശ്രീ സുനിൽ പ്രഭാകർ. നമ്മുടെ സ്വന്തം ഷാജി റോക്ക്വെൽ എന്നറിയപ്പെടുന്ന തിരുമലയുടെ നിവാസി ഷാജി റോക്ക്വെൽ, സംഗീത സംവിധായകൻ. ശങ്കർ ജയകിഷൻ, കല്യാൺജി ആനന്ദി, ലക്ഷ്മികാന്ത് പാരലാൽ. മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണി ഇഗ്നേഷ്യസ്. നിങ്ങളുടെ എങ്ങനെയാണ് ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്? ആദ്യമായിട്ട് ഞാൻ പ്രവീൺ ബെൻ ജോർജിനോട് ചോദിക്കാം. ഗാനരചനയാണല്ലോ മേഖല, എങ്ങനെയാണ് സംഗീതവും വഴങ്ങുന്നുണ്ടോ? സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ കലാമത്സരങ്ങളിൽ പങ്കെടുക്കാനും വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം രചനാ മേഖലകളിലെല്ലാം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതുമാണ്. മത്സര എഴുത്തുകളിലോ മറ്റോ പങ്കെടുത്തിട്ടുണ്ടോ? അതോ സാധാരണ ഈ വീട്ടിലിരുന്ന് 4 ചുവരുകൾക്കുള്ളിലുള്ള എഴുത്താണോ, അതോ സ്കൂൾ തലങ്ങളിലുള്ള അല്ലെങ്കിൽ പൊതുവേദികളിലുള്ള എഴുത്താണോ താങ്കൾ ഉദ്ദേശിച്ചത്? തീർച്ചയായും സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ധാരാളം കലാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതില് ലഭിച്ച ഒരു ആത്മവിശ്വാസമാണ് ഈ രംഗത്തേക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വരാനുള്ളൊരു താല്പര്യം ഉണ്ടായത്. തുടക്കത്തിൽ എങ്ങനെ ഭക്തി ഗാനം അങ്ങനെയുള്ള എന്തെങ്കിലും? ഭക്തിഗാനങ്ങളും അതിന് പുറമെ അല്ലാതെ ലളിതഗാനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു ആദ്യം തുടക്കകാലത്തിൽ പരീക്ഷിച്ചത്. പിന്നീട് ക്രമേണ മറ്റു മേഖലകളിലേക്ക് സിനിമ പാട്ട് എഴുതുന്നതിനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് ശരിക്കും മറ്റുള്ളവരുടെ ഒരു പ്രചോദനമാണ് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. അങ്ങനെയാണ് കമ്പം എന്ന സിനിമയിലെ എഴുത്തുകാരനായി മാറി. അതെ അതെ. ഈ സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനുഷ്യരെല്ലാവർക്കും ഉള്ളിലൊരു സംഗീതമുണ്ട്. എല്ലാം 4 ചുവരുകൾക്കുള്ളിലായിരിക്കും. എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടോ, അതോ കുടുംബപരമായി കിട്ടിയതാണോ, അതോ സൗഹൃദങ്ങളിൽ കിട്ടിയതാണോ, അതോ പഠിക്കാനുള്ള ആഗ്രഹമാണോ, വീട്ടുകാരിൽ നിന്നുള്ള പ്രചോദനമാണോ? എന്താണ് താങ്കളുടെ സംഗീത സംവിധാനത്തിലേക്കുള്ള ഒരു വഴി, പ്രത്യേകിച്ച് സംഗീതത്തിലേക്കുള്ള ആ ഒരു ആഭിമുഖ്യം എങ്ങനെയാണ് ആ രീതി? കുട്ടിക്കാലത്ത് ഈ റേഡിയോയിലുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ പല ആൾക്കാരും കമ്പോസ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകതകൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഓരോരുത്തരും ആ വ്യത്യസ്തത പാടുന്ന ആൾക്കാരെക്കാൾ ഉപരി ഞാൻ ഇൻസ്ട്രുമെന്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം. അതായത് പാട്ടിന്റെ വോക്കലിനല്ല, ഇൻസ്ട്രുമെന്റ്സിന്റെ ബാക്കിംഗ്. ഈ പാട്ട് മെലഡി സൃഷ്ടിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഇൻസ്ട്രുമെന്റ്സിനുണ്ട്. അപ്പൊ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇൻസ്ട്രുമെന്റ്സിനെ കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ഒരു മൂഡാണ്. അപ്പൊ അത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഒന്ന് ചോദിച്ചോട്ടെ ഇടയ്ക്കറി, അപ്പൊ എങ്ങനെ പാരമ്പര്യമായിട്ട് വല്ല സംഗീതം കിട്ടിയിട്ടുണ്ടോ? അച്ഛനമ്മ അങ്ങനെ സഹോദരങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായി എന്തെങ്കിലും? അച്ഛൻ മൂളിപ്പാട്ടൊക്കെ പാടുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ പാടുന്ന ഒരാളായിരുന്നു. വലിയ ആ രീതിയല്ല, അത് കാഷ്വലായിട്ട് പാട്ട് പാടുമ്പോൾ ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ ഇത് റേഡിയോയിൽ കേൾക്കുമ്പോ അതെനിക്ക് നല്ല രസമായിട്ട് തോന്നി. പിന്നെ മറ്റു ഗാനങ്ങളെല്ലാം കേൾക്കുന്ന ഗാനങ്ങളൊക്കെ എന്നെ വളരെ എങ്കിലും താങ്കളെ സ്വാധീനിച്ച ഒരു ഇന്ത്യയിലെ ഒരു സംഗീത സംവിധായകന്റെ പേര് അല്ലെങ്കിൽ ഒന്ന് എങ്കിലും? ഒരുപാട് പേരുണ്ട് പറയാൻ. എങ്കിലും ഓർക്കസ്ട്ര ബേസിൽ കൂടുതൽ സ്വാധീനിച്ച സലീം ചൗധരി എന്നോ. സലിത് ദാദാണ് കൂടുതൽ. അപ്പോൾ മെലഡി ആണോ താങ്കളുടെ ഒരു റൂട്ട്? മെലഡിയേക്കാൾ ഉപരി എനിക്ക് ഓർക്കസ്ട്രേഷൻ കൈകാര്യം ചെയ്യാനാണ് താല്പര്യം. എനിക്ക് ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്ന നിലയ്ക്ക് അതിലെ കൗതുകം ഞാൻ കണ്ടെത്തി. അതിന് ആ പ്രത്യേകത ഏറ്റവും കൂടുതൽ സാധ്യത കണ്ടത് ഹിന്ദി ഗാനങ്ങൾ. അച്ഛൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ആ ഗാനങ്ങൾ കൂടുതലൊക്കെ പറയുമ്പോൾ ആ പാട്ടുകളൊക്കെ ഭാരതിയിൽ കേൾക്കുമായിരുന്നു. ആ പാട്ടുകൾ
എനിക്ക് തോന്നിയത് മലയാളത്തിനെക്കാട്ടും കൂടുതൽ റേഞ്ച് യെസ് ഹിന്ദി ഗാനങ്ങളിലായി. സാധാരണ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുള്ള 50s 60s ആ സമയത്തുള്ള ഗാനങ്ങളൊക്കെ ശങ്കർ ജയകൃഷ്ണൻ, നൗഷാദ്, യെസ് സച്ചിൻ ദേവ് ബർമൻ, രാഹുൽ ദേവ് ബർമൻ, ലക്ഷ്മികാന്തി ബേരലൻ, ഇവരുടെ ഗാനങ്ങളിലൊക്കെ ആ ഒരു പ്രത്യേകത ഓർക്കസ്ട്ര റേസ് പാടുന്ന ആളിന് പ്രാധാന്യം ഉള്ളതിനേക്കാൾ ഉപരി ഓർക്കസ്ട്രയ്ക്ക് വലിയ പഞ്ചുണ്ട്. അപ്പോ പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പല്ലവിക്ക് മുമ്പിൽ ഏറ്റവും ലെങ്ത് കൂടിയ ഒരു BGM സലീൽ ദാദയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ശരിയാണോ അത്? പല്ലവിക്ക് ഏറ്റവും ലെങ്ത് കൂടിയ ഒരു മലയാളത്തിലെ പാട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ശരിയാണ്? കേട്ടതുകൊണ്ടോ? മലർക്കൊടി പോലെ എന്ന് പറഞ്ഞ ആ പാട്ടിന് ഏറ്റവും ലെങ്ത് കൂടിയ തമ്പി സാറിന് ഇങ്ങനെ യെസ് ഏതോ ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. യെസ് യെസ്. ഇനി നമുക്ക് ഷാജി ഏട്ടനിലേക്ക് പോകാം. ഷാജി റോക്ക്വെൽ ഒരു വെറൈറ്റി ഉള്ള പേരാണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ മനോജ് നൈറ്റ് ശ്യാമളൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഷാജി റോക്ക്വെൽ, എങ്ങനെയാണ് ഈ ഒരു പേര്? അത് യഥാർത്ഥത്തിൽ എന്റെ പേര് ഷാജി RK എന്നാണ്, രാമകൃഷ്ണൻ എന്നാണ്. പക്ഷെ എന്റെ ക്രിയേറ്റീവ് നെയിമില് ഞാൻ RK എന്നുള്ളത് റോക്ക്വെൽ എന്നാണ്. സ്വയം ഒരു പേര് സ്വീകരിച്ചു, വെറൈറ്റിക്ക് വേണ്ടിയാണ്. വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പെട്ടെന്ന് ഓർമ്മിക്കാനും. അപ്പൊ ഈ എന്റെ പേരെന്ന് പറയുന്നത് റോക്ക്വെൽ ആക്കാനുള്ളതിന്റെ ഏറ്റവും കാരണം എന്റെ ഒരു സുഹൃത്താണ്. പുള്ളിയാണ് എനിക്ക് RK എന്നുള്ളത് റോക്ക്വെൽ എന്നാക്കിയിട്ടത്. ബിജിലി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അദ്ദേഹം മ്യൂസിക്കിന്റെ ഒരു ലവറാണ്, വളരെ മ്യൂസിക് ഫ്രണ്ട്ലി മനുഷ്യനാണ്. അദ്ദേഹമാണ് റോക്ക്വെൽ എന്നും പറഞ്ഞ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്. അപ്പൊ അത് ഞാനങ്ങ് പിന്നെ ഇത് ക്രിയേറ്റീവ് നെയിമായിട്ട് സ്വീകരിച്ചു. അപ്പോഴേ ഒന്ന് ചോദിച്ചത്, ഈ 80, 75, 80, 90-കളിലെ ഈ റോക്ക് ഗാനങ്ങളുമായി ബന്ധമുണ്ടോ? അതും ഒരു ഉദ്ദേശമുണ്ട്. കാര്യം റോക്ക് ആ കാലഘട്ടത്തിലെ റോക്ക് സ്റ്റാർസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോക്ക് സംഗീതവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, ഒന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ സംഗീത സംവിധാനം ചെയ്ത കമ്പം സിനിമയിൽ അത്തരത്തിൽ അല്ലെങ്കിൽ ആ മൂഡിലുള്ള ഒരു പാട്ടുണ്ടല്ലോ, ഉണ്ട്. അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു 4 വരി. ശരിയെങ്കിൽ ഒന്ന് പാടി പ്ലീസ്. സ്വരരാഗശൂലമായി അനുരാഗമാല്യമായി അറിയാതെ എത്തിരിമാറിലായി പടരാൻ കൊതിക്കുമഴകെ പുലർകാലമഞ്ഞു കണമായി പുതുരാഗാളലയമായി ഋതുഭേദമായി കുളിരാർന്നൊരി മഴവില്ലിതാ തെളിഞ്ഞേ ഇന്നിതാ നിന്റെ അരികിൽ വന്നിതാ ഞാൻ സുന്ദര സ്വപ്നമായി നീ മന്ദസ്മിതം ഒരു ഗാനധാരയിൽ നിൻ തളിരാർന്ന മേനി പോലെ ഒരു ഗാനധാരയിൽ നിൻ തളിരാർന്ന മേനി പോലെ കതിരാടുമീ പയലേലയും കരലാളനം കൊതിക്കും. തിരുമല എന്ന പ്രദേശത്തെ ഒരു സിനിമാ സംവിധായകൻ രൂപപ്പെട്ടിരിക്കുന്നു. പക്ഷേ നാട്ടുകാരും അറിഞ്ഞില്ല. എന്താണ് ഷാജിയേട്ടാ അതിന്റെ ഒരു വഴികൾ എന്താണ്? അതെന്തുകൊണ്ടാണ് അറിയാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു പ്രൊമോഷൻ കൊടുക്കുന്നില്ലയോ? പിന്നെ മാത്രമല്ല, ഈ കമ്പം എന്ന് പറഞ്ഞ സിനിമയിലേക്കുള്ള നിങ്ങളുടെ ഒരു വരവ് അല്ലെങ്കിൽ അതിന്റെ എൻട്രി എങ്ങനെയാണ്? ഏതാണ് അതിന്റെ റൂട്ട് ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ പ്രശസ്തരായവരോട് കൊണ്ട് പാടിച്ചത് നമ്മുടെ P. ജയചന്ദ്രൻ, പഴയ നമ്മുടെ മലയാള സിനിമയിലെ ഭാവഗായകനായ P. ജയചന്ദ്രനെ കൊണ്ട് 2 പാട്ട് പാടിച്ചിട്ടുണ്ട്. ട്രാക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, അതിന്റെ പണി നടക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു ജാസി ഗിഫ്റ്റിന്റെ ഒരു പാട്ട് തീർത്തിട്ടേക്കാണ്. അത് ക്രിസ്മസ് റിലീസിലേക്കാണ് വെച്ചേക്കുന്നത്. ആ പുള്ളിയെ കൊണ്ടും വളരെ മനോഹരമായ ഒരു ഗാനമാണ് പാടിച്ചിരിക്കുന്നത്. ഷാജിയേട്ടാ, അങ്ങനെയാണെങ്കിൽ മനോഹരമായ ഗാനം എന്ന് ഉദ്ദേശിച്ചത് കേൾക്കാൻ ഇമ്പമുള്ളതാണോ അതോ ജാസിയുടെ ശബ്ദം ഇമ്പമുള്ളതാണോ? എന്താണ് ഉദ്ദേശിച്ചത്? എന്തായിരുന്നാലും ഒരു കാര്യം ചെയ്യാം, ആ മനോഹരമായ ഗാനത്തിന്റെ 4 വരി. രാഗം താളം മേളം ആഘോഷമേ ആനന്ദത്തിൻ നാദം സ്വരമേറ്റിടാം ആകാശത്തിൻ ഗാനം കാതോക്കിടാം ആരവമേറും വീതിയിൽ അനുപദമായി മുന്നേറിടാം ആരവമേറും വീതിയിൽ അനുപദമായി മുന്നേറിടാം തിരുസുതനെന്ന് ഓശാന പാടിടാം തിരുസുതനെന്ന് ഓശാന പാടിടാം ഭൂമിയേവം തിരുനാമമേ രാഗം താളം മേളം ആഘോഷമേ.
ഓക്കെ, ഷാജിയേട്ടനോട് ചോദ്യം. ചേട്ടാ, ഈ താങ്കളുടെ മേഖല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സംഗീതവുമായി ബന്ധപ്പെട്ടല്ല, എങ്കിലും സംഗീത സംവിധായകനാകുന്ന ആ ഒരു താങ്കളുടെ ഒരു 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 ഗ്രാഫ് ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും ഒരു പ്രായം, പിന്നെ എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ അറിയാമോ, എങ്ങനെയാണത് ഈ ഒരു മേഖലയിലായിട്ട് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി താങ്കൾ രൂപപ്പെട്ട ആ ഒരു വഴികൾ, ആ ഒരു മോൾഡിങ് വഴികൾ ഒന്ന് പറഞ്ഞാൽ. എന്റെ സംഗീതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഹിന്ദി പാട്ട് കേട്ടാണ് വളർന്നിട്ടുള്ളത്. എന്റെ ഏറിയ പങ്കും ഹിന്ദി പാട്ട് കേട്ട് ആ പാട്ടിലൂടെയാണ് ഞാൻ സംഗീതം എന്താണെന്ന് മനസ്സിലാക്കിയതും അത് പാടാൻ ശ്രമിച്ചതും. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ സംഗീതം പതിഞ്ഞു പോയത്. പിന്നെ ഞാൻ വളർന്ന് പിൽക്കാലത്ത് വന്നപ്പോൾ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഗിറ്റാർ വായിക്കാൻ പഠിച്ചു. ആ ഗിറ്റാർ വായിക്കാൻ പഠിച്ചതിൽ ഞാൻ ഗാനമേളകൾക്കൊക്കെ ബേസ് ഗിറ്റാർ വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ സംഗീതം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ സംഗീതം പഠിച്ചു വന്നിട്ടാണ് ഇപ്പൊ കമ്പോസിങ്ങിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ കീബോർഡൊക്കെ നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാനൊക്കെ നിൽക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് കീബോർഡ് പഠിച്ചതാണ്. ഗിറ്റാർ പഠിച്ചതിന്റെ ബേസിൽ ആ സംഗീതം എങ്ങനെയാണ് ഓരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതും എല്ലാം സ്വന്തമായിട്ട് പഠിച്ചതാണ്. പിന്നെ അങ്ങനെ കമ്പോസ് ചെയ്ത് വന്നപ്പോഴാണ് ഈ കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്ന 3 പാട്ടുകൾ നമ്മുടെ സുധൻ രാജ് കമ്പം സിനിമയുടെ സംവിധായകൻ സുധൻ രാജും ലക്ഷ്മി ദേവനും ഇവർ രണ്ടുപേരുമാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് കേൾക്കാൻ ഇടവന്നത്. ആ പാട്ട് കേട്ടപ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അത് സിനിമയിലേക്ക് അവരെ ഉൾപ്പെടുത്തിയത്, കമ്പം സിനിമയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് അതിന്റെ മൊത്തം ജന്മം എടുക്കുന്നത്, ആ സിനിമയെ ജന്മം എടുത്ത് പോയത്. അതിപ്പോ അതിന് എന്റെ പാർട്ട്ണറായ സുനിൽ പ്രഭാകറും അത് വളരെ മനോഹരമായിട്ട് അതിൽ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ബെൻ തിരുമല, ഷാജി റോക്ക്വെൽ, സുനിൽ പ്രഭാകർ. ഒരു ചലഞ്ച് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇപ്പോ എല്ലാവരും പാട്ട് എഴുതിയിട്ട് സംഗീതം ചെയ്യും, സംഗീതം കൊടുത്തിട്ട് പാട്ട് ചെയ്യും, പുതിയ രീതിയിൽ പല AI-യുടെ കാലഘട്ടമാണ്. പക്ഷേ എങ്കിലും ലൈവായിട്ട് ഒരു ചലഞ്ച് ഞാൻ തരാം. ലൈവായിട്ട് ഒരു സന്ദർഭം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വരി എഴുതി ഒരു പാട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാമല്ലോ. ശരി, ഓക്കെ. എങ്കിൽ ഞാനൊരു സന്ദർഭം പറയാം. നമുക്ക് പ്രേമം തന്നെ എടുക്കാം. ഒരു പ്രണയിനിയെ കുറിച്ച് ഒരു പുരുഷന്റെ, ഒരു ചെറുപ്പക്കാരന്റെ പ്രേമം, അവളെ വാഴ്ത്തി പാടുക, അല്ലെങ്കിൽ അവളെ പ്രകീർത്തിച്ച് ബൂസ്റ്റപ്പ് ചെയ്യുന്ന പാടുന്ന ഒരു സന്ദർഭം. പ്രേമമാണ് പശ്ചാത്തലം, കുറച്ച് ഹാപ്പിനെസ് ഉള്ള, വിരഹം വേണ്ട. അങ്ങനെ ഒരു 4 വരി ബെൻ ജോർജ് എഴുതണം, അല്ലെങ്കിൽ ഒരു 5 വരി അല്ലെങ്കിൽ 6 വരി എഴുതണം. നിങ്ങളുടെ സംഗീതം കൊടുക്കണം. രാഗം താളം മേളം ആഘോഷമേ, ആനന്ദത്തിൻ നാദം സ്വരമേറ്റിടാം, ആകാശത്തിൻ ഗാനം കാതോക്കിടാം, ആരവമേറും. പ്രേക്ഷകർക്കായി പ്രവീൺ ബെൻ ജോർജ് എഴുതിയ വരികൾ വായിക്കാം. മേലെ മേലെ വാനത്തെ പൂരം കാണാൻ പോരാമൻ, വെണ്ണിലാവിന്റെ ചിറകിലേൽ വന്നു എന്റെ സ്വപ്നങ്ങൾ, ചന്ദനത്തേരിൽ എന്നെ നോക്കുന്നത് എന്തിനാണോമൻ, നിന്റെ കൺമീലികൾ പാതി ചിമ്മുന്നു പാതി നോക്കുന്നു. മേലെ മേലെ റിപ്പീറ്റേഷൻ. ഓക്കെ, നമുക്ക് ചെയ്യാലോ. മേലെ 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 വാനത്തെ പൂരം കാണാൻ പോരാമോ. അതൊരു ന്യൂ ജനറേഷൻ സാധനമായി പോയി. നമുക്കൊരു മെലഡി വേണം. ന്യൂ ജനറേഷൻ വേണ്ട, മെലഡി മതിയല്ലേ? ശരി, മെലഡി എങ്കിൽ മെലഡി. ഈ പാട്ട് 4x4. ഓക്കെ, റെഡി? 1 2 3. മേലെ മേലെ വാനത്തെ പൂരം കാണാൻ പോരാമോ, മേലെ മേലെ വാനത്തെ പൂരം കാണാൻ പോരാമോ, വെണ്ണിലാവിന്റെ ചിറകിലേറുന്നൊരെന്റെ സ്വപ്നങ്ങളിൽ ചന്ദനത്തേരിലെന്നെ നോക്കുന്നതെന്തിനാണോ മലേ, നിന്റെ കൺപീലികൾ പാതി ചിമ്മുന്നതോ
അപ്പൊ നന്നായിട്ടുണ്ട്. ആദ്യം നിങ്ങളെ എനിക്ക് തോന്നുന്നത് ചെയ്തത് മേലെ മേലെ വാനത്തെ അങ്ങനെയായിരുന്നു അല്ലേ? പക്ഷെ പിന്നീട് അത് മെലഡി വേണമെന്ന് പറഞ്ഞപ്പോൾ മേലെ മേലെ വാനത്തെ അങ്ങനെയല്ലേ? എങ്ങനെയുണ്ട് പാട്ട്? നന്നായിട്ടുണ്ട്. പ്രേക്ഷകർ ഇനി വിധി എഴുന്നേറ്റ് നമ്മുടെ ടോൺസ് മ്യൂസിക്കിന്റെ കീഴിലുള്ള സുനിൽ പ്രഭാകരും ഷാജി റോക്വലും ബെൻ തിരുമലയുടെ രചനയിൽ മനോഹരമായ ഒരു ഗാനം, ഒരു ചലഞ്ച് ഏറ്റെടുത്ത് അവർ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങളെല്ലാവരും ഈ നമ്മുടെ ദൃശ്യം ചാനലിന് വേണ്ടി വന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.